ഇത് കണ്ടോ, പുതിയൊരു ഐറ്റമാണ്. ലെൻസ്കേപ്പിയുടെ ഒരു ക്രിയേറ്റീവ് ഫിൽറ്ററാണിത്. ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് കുറഞ്ഞ ആംബിയൻസിൽ ഇതുപോലെ പടം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണിത്. ഇത് ഞാൻ കഴിഞ്ഞ തവണ ഫെസ്റ്റിന് പോയപ്പോഴേ കണ്ടുവച്ച സാധനമാണ്. അന്ന് തിരക്ക് മൂലം എനിക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനെപ്പറ്റി നന്നായിട്ട് പറയാൻ ഞാൻ ആളല്ല, കാരണം ഇതിനെപ്പറ്റി അറിയാവുന്ന വേറൊരാളുണ്ട്, നമ്മുടെ ചെറുക്കൻ. ഇത് പറയാൻ പറ്റിയ ആളാണിത്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, പല സംശയങ്ങൾ ഞാൻ വിളിച്ചു ചോദിക്കുന്നതും എനിക്ക് പറഞ്ഞു തരുന്ന ഇദ്ദേഹമാണ്. ഇത് നമ്മുടെ ലെൻസ് ബേബി എന്ന് പറഞ്ഞ കമ്പനിയുടെ പുതിയതായിട്ട് നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് നമുക്ക് ക്രിയേറ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ചില സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നമുക്ക് ആംബിയൻസ് ഇല്ലാത്ത ചില സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. ഇതിൻ്റെ നമുക്കൊരു ഫിലിം പോലത്തെ ഒരു ഐറ്റം വരുന്നുണ്ട്. നമുക്ക് ചില ഗ്ലേയേഴ്സുകൾ കുറച്ചുകൂടി ലൈറ്റിങ് അപ്പൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. പിന്നെ നമുക്ക് സിംഗിൾസ് ഒക്കെ എടുക്കുമ്പോഴും കപ്പിൾസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഒരു ഗ്ലാസ് ക്രിസ്റ്റലാണ് വരുന്നത്. ഇതിൻ്റെ അത് നമുക്ക് നല്ല നല്ല വീഡിയോസുകൾ, മിക്ക നമ്മൾ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലത്തെ ഗ്ലെയർ കണക്കത്തെ സാധനങ്ങളെല്ലാം നമുക്ക് ഇതണക്കത്തുള്ള ഇതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതണക്ക് ഇത് നമുക്ക് ഈ ഒരു മോഡലിൻ്റെ അത് നമുക്ക് 3 ഫിൽറ്റേഴ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഇതിൻ്റെ പല വേരിയൻ്റ് ഉണ്ട്. അത് പലതിൻ്റെ അകത്തും പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 3 വരുന്നത്. ഇത് നമുക്ക് ഓരോ ലെൻസിൻ്റെ അകത്തും നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ഓരോ ഫിൽറ്റേഴ്സിൽ നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് സൂട്ടബിലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പ് റിങ് പോലത്തെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ ലെൻസിൻ്റെ അകത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിങ്ങുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം നമുക്ക് നോർമലി വരുന്നത് നമുക്ക് ഒരു 67 mm തൊട്ടുള്ള 77, 82 ആ ഡയമീറ്ററിലുള്ള എല്ലാ ലെൻസിൻ്റെ അകത്തും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. 50 mm നമുക്ക് പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റെപ്പ് റിങ് ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റും. ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ്? ഇതിപ്പം നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 10,000 താഴെ വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ്. നമുക്ക് ഓരോ മോഡലും മാറുന്നതിനനുസരിച്ച് എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. വേറെ മോഡലുണ്ടോ? ഇതിൻ്റെ പല ടൈപ്പുകളുണ്ട്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നൊരു മോഡൽ ഇതാണ് വരുന്നത്.